2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ ഇടക്കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 30ാമത് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ ഇടക്കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 30ാമത് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സെന്റ് ആൽബർട്ട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ജസ്റ്റിൻ റിബല്ലോ ഉദ്ഘാടനം ചെയ്തു. അത് വിദ്യാഭ്യാസത്തിലും കൊള്ളാം, സമീപപരമായും കൊള്ളാം, സുഹൃത്തുക്കളെ ആണെങ്കിലും നമ്മളതിൻ്റെ ശേഖരണമാണ്. അതെപ്പോഴും നമ്മൾ വളർത്തിക്കൊണ്ടേയിരിക്കുക, ഒരിക്കലും നിന്ന് പോകരുത്. എപ്പോഴാണ് നമ്മൾക്ക് ലൈഫിലൊരു ചേഞ്ച് വരുന്നതെന്ന് അറിയില്ല. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 10-ാം തീയതിയാണ് സെൻറ്റ് ആൽബർട്ട്സ് ഇൻ്റർവ്യൂ വരുന്നത്. വൈകുന്നേരമാണ് എനിക്കുള്ള ഫോൺ കോൾ വരുന്നത്. അതുവരെ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കുക, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക, വളർത്തിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് നമ്മളുടെ ഒരു ട്വിസ്റ്റ് വരുന്നത് പറയാൻ പറ്റും. അപ്പം എൻ്റെ പ്രിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഈ 10th ഇപ്പം നിങ്ങൾ അവാർഡ്, പലതരത്തിലുള്ള അവാർഡുകളുണ്ടാവും. നിങ്ങൾ അവിടെ വെച്ച് നിൽക്കരുത്. പഠിച്ചുകൊണ്ടേയിരിക്കുക. ലൈഫ് എപ്പോഴാണ് മാറുന്നതെന്ന് അറിയില്ല. ഒരു സ്ലീപ്പി അവേഴ്സ് പാടില്ല. കൂടുതലും നമ്മളിപ്പോൾ ഓൺലൈൻ മേഖല, ഇപ്പോൾ പല കുട്ടികളും പറയാറുണ്ട് യങ് ജനറേഷൻ മുഴുവനും ഓൺലൈനിലാണ്. പക്ഷെ അതിൽ തെറ്റുണ്ടോ? യൂണിറ്റ് പ്രസിഡന്റ് ജോൺ റിബല്ലോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടക്കൊച്ചി സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ റാഫി കുട്ടുങ്ങൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഉണ്ടായിരുന്നു സഭകളിൽ, അതെല്ലാം നിർത്തലാക്കപ്പെട്ടു. ഇന്ന് പല രീതിയിലും നമ്മുടെ സമുദായം തഴയപ്പെടുന്ന ഒരു സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ടാകും. കാരണം നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥകൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഭീഷണികളും അതുപോലെ തരം താഴ്ത്തലുകളും ഒക്കെ ഉണ്ടാകും. കൊച്ചി നഗരസഭാ കൗൺസിലർമാരായ അഭിലാഷ് ടോപ്പിൽ, ജീജ ടെൻസൻ, ജോസി പ്രകാശ്, ലാൻസൺ മെൻഡസ്, ജൂല റിബല്ലോ തുടങ്ങിയവർ സംസാരിച്ചു. അവരെല്ലാം സ്പോൺസർ ചെയ്ത് ഏകദേശം 60,000 രൂപയോളം ഒരു 10 പ്രൈസിനായിട്ട് നമുക്ക് തരികയുണ്ടായി. ആ കൂട്ടത്തിൽ ചാൾസ് ഡേയ്സും ഹാരി ഗന്ധറും നമ്മൾ സെൻട്രലിൽ നിന്നുള്ള സെൻട്രൽ എഡ്യൂക്കേഷൻ്റെ ഫണ്ടിൽ നിന്നും പൈസ എടുത്ത് അവർ ഫ്രിഡ്ജ് വാങ്ങി തന്ന്, അതുപോലെ തന്നെ ഞാൻ ഇവിടെ സമുദായങ്ങൾ മാത്രമായിട്ട് പറയുന്നില്ല, നമ്മളോടൊപ്പമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുമെല്ലാം വളരെ പൈസ മുടക്കിയാണ് 60,000 രൂപയുടെ പ്രൈസ് തരികയും 1,25,000 രൂപ സമുദായങ്ങളുടെയും ടീച്ചർമാരുടെയും ഒക്കെ സഹായത്തോടെ പിരിവെടുക്കുകയും ചെയ്ത് നമ്മൾ ഈ സ്കൂള് 1,20,000 രൂപ മുടക്കിയാണ്. ന്യൂസ് ബ്യൂറോ, ഇടക്കൊച്ചി.